ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് CBSEയിലെ 10th ക്ലാസ്സിലെ 14th ചാപ്റ്റർ ആണ്. മനു ഭണ്ഡാരിനെ കുറിച്ചാണ്. മനു ഭണ്ഡാരിയുടെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മനു ഭണ്ഡാരി ലേഖക് പരിചയം, മനു ഭണ്ഡാരിയുടെ പരിചയം നമുക്ക് നോക്കാം. മനു ഭണ്ഡാരി का जन्म सन 1931 में गांव बानपुरा जिला मंदसौर मध्य प्रदेश में हुआ, परंतु उनकी इंटर तक की शिक्षा दीक्षा हुई राजस्थान के अजमेर शहर में. बाद में उन्होंने हिंदी में MA किए. दिल्ली के मिरांडा हाउस कॉलेज में अध्यापन कार्य से अवकाश प्राप्ति के बाद आजकल दिल्ली में ही रहकर സ്വതന്ത്ര ലേഖൻ കർ രഹേ ഹെ. മനു ഭണ്ഡാരി ജനിച്ചത് 1931 1931 ഏത് ഗ്രാമത്തിൽ? ബാൻപുര ഗ്രാമത്തിൽ, ജില്ല മന്ദസൗറിലെ, മധ്യപ്രദേശിലാണ് അവർ ജനിച്ചിരിക്കുന്നത്. ഇന്റർ തക്ക് ശിക്ഷാദീക്ഷ രാജസ്ഥാനിലാണ് ഇന്റർമീഡിയറ്റ് പാസ്സായത്. പിന്നെ അതിനുശേഷം അവർ ഹിന്ദിയിൽ MA ചെയ്തു. പിന്നെ ദില്ലിയിലെ മിറാണ്ട ഹൗസ് കോളേജിൽ ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു, അധ്യാപനകാരിയായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയി. ഇപ്പോൾ ദില്ലിയിൽ തന്നെ താമസിച്ച് ലേഖനങ്ങളൊക്കെ എഴുതി തൻ്റെ സാഹിത്യ ലോകത്ത് സ്വതന്ത്രമായിട്ട് ലേഖനങ്ങൾ എഴുതി ജീവിക്കുന്നു. स्वतंत्रोत्तर हिंदी कथा साहित्य की प्रमुख हस्ताक्षर मनु भंडारी की प्रमुख रचनाएं हैं. एक प्लेट सैलाब में हार गई, यही सच है, त्रिशंकु, कहानी संग्रह, आपका बंडी, മഹാഭോജ്, ഉപന്യാസ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യോത്തർ ഹിന്ദി കഥാസാഹിത്യം, ഹിന്ദി കഥാസാഹിത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ഹിന്ദി കഥാസാഹിത്യത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ലേഖികയാണ് മനു ഭണ്ഡാരി. അവരുടെ രചനകൾ ഏതൊക്കെയാണ്? ഏക് പ്ലേറ്റ് സൈലാബ്, മേ ഹാർ ഗയി, യഹി സച്ച് ഹേ, ത്രിശങ്കു, കഹാനി സംഗ്രഹാണ്. പിന്നെ അവരുടെ രചന ആപ്കാ ബണ്ടി, മഹാഭോജ്, ഇത് രണ്ടും നോവലാണ്. इसके अलावा उन्होंने फिल्म एवं टेलीविजन धारावाहिकों के लिए पटकथाएं भी लिखी है. उनकी साहित्यिक उपलब्धियों के लिए हिंदी अकादमी के शिखर सम्मान सहित उन्हें अनेक पुरस्कार प्राप्त हो चुके हैं, जिनमें भारतीय भाषा परिषद, कोलकाता राजस्थान संगीत नाटक अकादमी, उत्तर प्रदेश हिंदी संस्थान के पुरस्कार शामिल है. അപ്പോൾ അവരുടെ സാഹിത്യക ഉപലബ്ധി എന്ന് വെച്ചാൽ അവർ ഫിലിം, ടെലിവിഷൻ പരിപാടികളിലെല്ലാം പട്കഥ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി അക്കാദമിയുടെ ഏറ്റവും നല്ല ഒരുപാട് പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ പുരസ്കാർ, കൊൽക്കത്ത രാജസ്ഥാൻ സംഗീത നാടക അക്കാദമി പുരസ്കാർ, ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനത്തെ പുരസ്കാർ, അങ്ങനെ ഒത്തിരി പുരസ്കാരങ്ങൾ അവരുടെ സാഹിത്യ ലോകത്തിലൂടെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മനു ഭണ്ഡാരി की कहानियां हो या उपन्यास, उनमें भाषा और शिल्प की सादगी तथा प्रामाणिक अनुभूति मिलती है. അവരുടെ കഹാനി ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും നോവലാണെങ്കിലും അതിലെല്ലാം ഭാഷയും അതുപോലെ ശൈലി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതി തരുന്നതാണ്. उनकी रचनाओं में स्त्री मन से जुड़ी अनुभूतियों की अभिव्यक्ति भी देखी जा सकती है. രചനകളിൽ കൂടുതലായിട്ടും സ്ത്രീകളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും സ്ത്രീകളുടെ മനസ്സ് എന്താണെന്ന് അവരുടെ രചനയിൽ കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചാപ്റ്റർ ആണ് ഏക് കഹാനി യഹ് ഭി. एक कहानी यह भी के संदर्भ में सबसे पहले तो हम यह जान लें कि मनु भंडारी ने पारिभाषिक अर्थ में कोई सिलसिलेवार ആത്മകഥ नहीं लिखी है. ഇതൊരു ആത്മകഥ പോലെ ആണെങ്കിൽ പോലും അവരുടെ ആത്മകഥ എന്നല്ല അവർ ഈ ഏക് കഹാനി എ ബി എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. अपने आत्मकथ्य उन्होंने उन व्यक्तियों और घटनाओं के बारे में लिखा है जो उनके लेखकीय जीवन से जुड़े हुए हैं. ആത്മകഥ്യ അതായത് സ്വയം പറയാണ് അവരുടെ ലേഖന ജീവിതത്തിൽ, സാഹിത്യ ജീവിതത്തിലും അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച്. संकलित अंश में मनु जी के किशोर जीवन से जुड़ी घटनाओं के साथ उनके पिताजी और उनके कॉलेज के प्राध्यापिका शीला अग्रवाल का व्यक्तित्व विशेष तौर पर उभर कर आया है. അപ്പോൾ ഈ ഏക് കഹാനി യഹ് ഭി എന്നുള്ള ഈ രചനയിൽ അവരുടെ കുട്ടിക്കാലത്തുള്ള അവരുടെ ലൈഫ്,
അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, നമ്മുടെ മനുജിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അതുപോലെ പിതാജി അച്ഛൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയെക്കുറിച്ചും, അതുപോലെ കോളേജിലെ പ്രാധ്യാപികയായ ഷീല അഗ്രവാൾ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുമെല്ലാമാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. जिन्होंने आगे चलकर उनके लेखकीय व्यक्तित्व के निर्माण में महत्वपूर्ण भूमिका निभाई. ഈ പ്രാധ്യാപിക ആണെങ്കിലും അതുപോലെ പിതാജി ആണെങ്കിലും നമ്മുടെ ലേഖികയുടെ ജീവിതത്തിലെ സാഹിത്യ ലോകത്ത് ലേഖികയ്ക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയൊരു സ്ഥാനം ഇവർക്കുണ്ട്. ലേഖിക ने यहाँ बहुत ही खूबसूरती से साधारण लड़की के असाधारण बनने के प्रारंभिक पड़ावों को प्रकट किया है. ഇതിലൂടെ ലേഖിക പറയുന്നത് ഏതൊരു സാധാരണ വ്യക്തിക്കും അസാധാരണമായിട്ടുള്ള കഴിവുകൾ ഉണ്ട്, അതിലൂടെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഈ രചനയിലൂടെ ലേഖിക കാണിച്ചു തരുന്നത്. सन 46-47 की आज़ादी की आंधी ने मनोजी को भी अछूता नहीं छोड़ा. ഈ 46-47 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൻ്റെ ഒരുപാട് വ്യക്തിത്വം മനോജിയുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. छोटे शहर की युवा होती लड़की ने आज़ादी की लड़ाई में जिस तरह भागीदारी की, उसमें उसका उत्साह, ओज, संगठन क्षमता और विरोध करने का तरीका देखते ही बनता है. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഈ ഒരു യുവ ലടുക്കി എത്രത്തോളം കഷ്ടപ്പെടുന്നു, എത്രത്തോളം ഉത്സാഹത്തോടെ, എത്രത്തോളം സംഘടന ബലത്തോടെ, എത്രത്തോളം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനായിട്ട് ഈ പ്രായത്തിൽ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? മനു ഭണ്ഡാരിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചാപ്റ്റർ ആണ് एक कहानी यह भी. जन्नी तो मध्य प्रदेश के बानपुरा गांव में थी, लेकिन मेरी यादों का सिलसिला शुरू होता है अजमेर के ब्रह्मापुरी मोहल्ले के उस 2 मंजिला मकान से, जिसकी ऊपरी मंजिल में पिताजी का साम्राज्य था, जहां वे निहायत अव्यवस्थित ढंग से फैली बिखरी पुस्तकों, पत्रिकाओं और अखबारों के बीच या तो कुछ पढ़ते रहते थे या फिर डिक्टेशन देते रहते थे. नीचे हम सब भाई बहनों के साथ रहती थी. हमारी बेफटी लिखी व्यक्तित्व विहीन माँ सवेरे से शाम तक हम सबकी इच्छाओं और पिताजी की आज्ञाओं का पालन करने के लिए सदैव तत्पर. അപ്പോൾ മധ്യപ്രദേശിലാണ് നമ്മുടെ മനു ഭണ്ഡാരിജി ജനിച്ചത്. എങ്കിലും മനു ഭണ്ഡാരിജി പറയുന്നത് അവരുടെ ഓർമ്മയിൽ അജ്മേരിലെ ഓർമ്മകളാണ് ഇവിടെ പറയുന്നത്. 2 നില കെട്ടിടമാണ്. അതിലെ ഏറ്റവും മുകളിലെ ആണ് പിതാജി താമസിച്ചത്. പിതാജിയുടെ ബുക്കുകളും അങ്ങനെ പിതാജിയുടെ ജോലി ഭാരവും പിതാജി പേപ്പറും ബുക്കുകളും എല്ലാമായിട്ടുള്ള പിതാജിയുടെ റൂമിൽ പിതാജി അവിടെ വർക്കിലായിരിക്കും. താഴെ ഈ ആരൊക്കെ നമ്മുടെ ഈ മനു ഭണ്ഡാരിയുടെ സഹോദരന്മാരും അമ്മയും എല്ലാവരും കൂടെ താഴെയാണ് അവരുടെ ജീവിതം. അങ്ങനെ ബേപഠിലിഖി വ്യക്തിത്വ വിഹീനമാണ്. അമ്മയാണെങ്കിലോ പഠിലിഖിയല്ല, പഠിച്ചിട്ടില്ല. അച്ഛനാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലുള്ള ഒരു വ്യക്തി. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അമ്മയുടെ ജോലി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക, എല്ലാവർക്കും വേണ്ട ഫുഡ് തയ്യാറാക്കുക, അതുപോലെ അച്ഛൻ്റെ ഓർഡറുകളെല്ലാം അനുസരിച്ച് അച്ഛന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, എല്ലാം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് പോകുന്ന ആ അമ്മ. അങ്ങനെ ഇവർ താഴെ, അച്ഛൻ മുകളിൽ എന്നും ബിസി ആയിരിക്കും. अजमेर से पहले पिताजी इंदौर में थे, जहां उनकी बड़ी प्रतिष्ठा थी, सम्मान था, नाम था. कांग्रेस के साथ साथ वे समाज सुधार के कामों में ही जुड़े हुए थे. शिक्षा के वे केवल उपदेश ही नहीं देते थे, बल्कि उन दिनों 8-8, 10-10 विद्यार्थियों को अपने घर रहकर पढ़ाया है, जिनमें से कई तो बाद में ऊंचे ऊंचे ओहदों पर पहुंचे. ये उनकी खुशहाली के दिन थे और उन दिनों उनकी दरियादिली के चर्चा भी कम नहीं थे. एक और वे बेहद कोमल और संवेदनशील व्यक्ति थे, तो दूसरी और बेहद क्रोधी और अहंवादी. അജ്മേരിൽ താമസിക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ഇൻഡോറിലായിരുന്നു.
അപ്പോൾ അവിടെ ഒരുപാട് റെസ്പെക്റ്റ് ആണ് ആരുടെ, മനോജിയുടെ പിതാജിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ കൂടെ നടക്കുമായിരുന്നു എങ്കിലും കോൺഗ്രസിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത്, സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ എല്ലാ ഉയർച്ചകൾക്കും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പഠിക്കാനായിട്ട് ഉപദേശിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും ഇൻഡോറിൽ ഉണ്ടാകുമ്പോൾ 10 കുട്ടികളെ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച ആ കുട്ടികളെല്ലാം ഇപ്പോൾ ഏറ്റവും ഉയരത്തിൽ നല്ല നല്ല പോസ്റ്റിൽ ജീവിക്കുന്നുണ്ട്. ഉൻകി ഖുശാലിക്ക് ദിന്റെ, സന്തോഷകരമായ ദിവസമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബേഹദ് കോമൾ ഓർ സംവേദനശീൽ, കുറച്ച് ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോമളമായിട്ടുള്ള നല്ല എല്ലാവരോടും സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. ക്രോധിയാണ്, അഹംവാദിയാണ്, പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരു വ്യക്തി കൂടെയാണ്. पर ये सब तो मैंने केवल सुना देखा, तब तो इन गुणों के भग्नावशेषों को ढोते पितादे एक बहुत बड़े आर्थिक झटके के कारण वे इंदौर से अजमेर आ गए थे, जहां उन्होंने अपने अकेले के बलबूते और हौसले से अंग्रेजी हिंदी शब्दकोश के अधूरे काम को आगे बढ़ाना शुरू किया, जो अपनी तरह का पहला और अकेला शब्दकोश था. അപ്പോൾ അവർ ഇൻഡോറിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അവർ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആർത്തിക് ഝട്ക, അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ചയ്ക്ക് ശേഷമാണ് അജ്മീറിലേക്ക് വന്നത്. അജ്മീറിൽ വന്ന് ഒറ്റയ്ക്ക് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അംഗ്രേസി ഹിന്ദി ശബ്ദകോശ്, അതാണ് അദ്ദേഹം അത് പകുതിയിലാക്കിയ ആ ഒരു അംഗ്രേസി ഹിന്ദി, ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറിയുടെ പൂർത്തീകരണം അദ്ദേഹം ഇവിടെ വെച്ച് ചെയ്യാണ്. इसने उन्हें यश और प्रतिष्ठा तो बहुत दी, पर अर्थ नहीं, शायद कीर्ति आर्थिक स्थिति ने ही उनके व्यक्तित्व के सारे सकारात्मक पहलुओं को निचोड़ना शुरू कर दिया. അപ്പൊ അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ അദ്ദേഹത്തെ ഒരുപാട് പേർ അദ്ദേഹത്തോട് റെസ്പെക്റ്റും അദ്ദേഹത്തിന് അംഗീകാരവും കീർത്തിയും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തു തന്നെ ആയാലും ഈ ആർത്തിക ദുർഘടന, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വത്തിൽ, പേഴ്സണാലിറ്റിയിലുള്ള പോസിറ്റീവ്നെസ് എല്ലാം കുറഞ്ഞുകൊണ്ടിരുന്നു. सिकुड़ती आर्थिक स्थिति के कारण और अधिक विस्फारित उनका अहम उन्हें इस बात तक की अनुमति नहीं देता था कि वे कम से कम अपने बच्चों को तो अपनी आर्थिक विशेषताओं का भागीदार बनाए. नवाबी आदतें, अधूरी महत्वाकांक्षाएं, हमेशा शीर्ष पर रहने के बाद हाशिए पर सरकते चले जाने की यातना क्रोध बनकर हमेशा माँ को खंभाती धरधराती रहती थी. അപ്പോൾ അദ്ദേഹത്തിന് ആർത്തികമായിട്ട് സാമ്പത്തികമായി ഒരുപാട് ഉയരത്തിലിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ദേഷ്യം കൂടും. മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും എന്നും ദേഷ്യമാണ്. അമ്മയോടൊക്കെ എന്നും ദേഷ്യപ്പെട്ട് ആ ദേഷ്യം, അവരുടെ മനസ്സിന്റെ ആ നിരാശാബോധം വീട്ടിലുള്ള എല്ലാവരോടും കാണിക്കുമായിരുന്നു. अपने के हाथों विश्वासों खाद की जाने कैसी गहरी चोटों होगी वे जिन्होंने आंख मूंद कर सबका विश्वास करने वाले पिता को बाद के दिनों में इतना शक्की बना दिया था कि जब तब हम लोग भी उसकी चपेट में आते ही रहते. അപ്പോൾ അമ്മയോട് ദേഷ്യപ്പെടും, അതുപോലെ തന്നെ മക്കളോടും പലപ്പോഴും മക്കൾക്ക് കൂടെ ഈ പിതാജിയുടെ ഈ ഒരു ദുർഘടന കാരണം അവർക്ക് കൂടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിതാജിയുടെ രോഷവും ക്രോധവും എല്ലാം തന്നെ അവരും അനുഭവിച്ചിട്ടുണ്ട്. पर यह पितृगाथा मैं इसलिए नहीं गा रही कि मुझे उनका गौरवगान करना है, बल्कि मैं तो ये देखना चाहती हूँ कि उनके व्यक्तित्व की कौन सी खूबी और खामियां मेरे व्यक्तित्व के ताने बाने में गूंदी हुई है, या कि अनजाने अनचाहे किए उनके व्यवहार ने मेरे भीतर किन ग्रंथियों को जन्म दे दिया. ഞാനിപ്പോൾ എൻ്റെ പിതൃഗാഥ, അച്ഛനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ ആ ഗൗരവഗാനം അല്ല ഞാനിവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ കഴിവുകളും കുറവുകളും എനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരികയാണ്. എന്തൊക്കെയാണ് അറിയാതെയും നമ്മൾ ആഗ്രഹിക്കാതെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം, വ്യക്തിത്വം എനിക്ക് എത്രത്തോളം എന്നിലേക്ക് അത് പകർന്നിട്ടുണ്ട് എന്നുള്ളത് ആണ് പറയുന്നത്.
मैं काली हूँ, बचपन में दुबली और मरियल भी थी। गोरा रंग पिताजी की कमजोरी दी, जो सो बचपन में मुझसे 2 साल बड़ी खूब घोरी स्वस्थ और हंसमुख बहन सुशीला से हर बात में तुलना और फिर उसकी प्रशंसा ने ही क्या मेरे भीतर ऐसे गहरे हीन भाव की ग्रंथि पैदा नहीं कर दी कि नाम सम्मान और प्रतिष्ठा पाने के बावजूद आज तक मैं उससे ऊपर नहीं पाई. അപ്പോ പിതാജിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദോഷങ്ങൾ കിട്ടിയതിൽ ഒന്ന് പറയാനുള്ളത്, ഞാൻ മനുജി കാലിഹെ, കാലിയാണ്, കറുത്തതാണ്, അതുപോലെ മെലിഞ്ഞ് കറുത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ പിതാജിക്ക് വെളുത്ത കുട്ടികളെയാണ് ഇഷ്ടം. അപ്പോൾ മനുജിയുടെ 2 വയസ്സ് മുകളിലായിട്ടുള്ള മനുജിയുടെ സിസ്റ്റർ സുശീല വെളുത്ത് സ്വസ്ഥ ഹസ്മുഖ് ചിരിച്ച മുഖമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ എന്നും ആ സുശീലയെ പ്രശംസിക്കുമായിരുന്നു ആര്? നമ്മുടെ മനുജി. അപ്പോൾ ആ പ്രശംസ എന്നും കേട്ട് എന്നും കമ്പാരിസൺ ആയിരുന്നു. അപ്പോൾ എന്നും അങ്ങനെ മനുജിയുടെ മനസ്സിൽ ഹീനഭാവം, ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ അങ്ങനെയല്ലേ, എനിക്ക് ഇങ്ങനെയല്ലേ ആവാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്രയും കുറവുകളില്ലേ എന്നുള്ള ചിന്താഗതി മനുജിയുടെ മനസ്സിലേക്ക് ആര് കൊണ്ടിട്ടു? പിതാജിയുടെ ഈ ബിഹേവിയർ മനുജിയുടെ മനസ്സിലേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിലൂടെ മനുജി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ വലിയൊരു മനസ്സിൽ എന്നും അതുണ്ടാവും. അവർ എന്നും ആ രീതിയിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഞാൻ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പൊ മനുജി തന്നെ എത്രത്തോളം പ്രശസ്തിയും എത്രത്തോളം പുരസ്കാരങ്ങളും നേടി വലിയൊരു ലേഖികയായിട്ട് പോലും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി കാരണം ഞാൻ ചെറുതാണ്, ഞാൻ അവരെ പോലെയല്ല എന്നുള്ള ചിന്താഗതി എപ്പോഴും ആ ഒരു കോംപ്ലക്സ് മനുജിയുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് ആണ്. आज भी परिचय करवाते समय जब कोई कुछ विशेषता लगाकर मेरी लेखकीय उपलब्धियों का जिक्र करने लगता है तो मैं संकोच से सिमट ही नहीं जाती, बल्कि गड़ने को हो आती है. शायद अचेतन की किसी परत के नीचे दबी इसी हीन भावना के चलते मैं अपनी किसी भी उपलब्धि पर भरोसा नहीं कर पाती. सब कुछ मुझे दुखा ही लगता है. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് കാരണം ഇന്നും എൻ്റെ രചനകളെ കുറിച്ച് മറ്റുള്ളവർ വർണ്ണിക്കുമ്പോഴും മറ്റുള്ളവർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും അതിൽ എന്തൊക്കെയോ കുറവുണ്ട്, അത് പൂർണ്ണമായിട്ടും എനിക്ക് തൃപ്തി കിട്ടിയിട്ടുണ്ടാവില്ല എന്നും അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും, അതിൽ എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം വളരെ കുറവ് മാത്രമേ ഉള്ളൂ എന്നാണ് മനുജി പറയുന്നത്. पिताजी के जिस शक्की स्वभाव पर मैं कभी बना जाती थी, आज एकाएक अपने खंडित विश्वासों की वेदा के नीचे मुझे उनके शक्की स्वभाव की झलक ही दिखाई देती है. बहुत अपनों के हाथों विश्वासघात की गहरी वेदा से उपजा शक. അപ്പോൾ ഇപ്പോഴും എനിക്ക് പിതാജിയിൽ നിന്ന് കിട്ടിയ ആ ഒരു കോംപ്ലക്സ്, ആ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ്. ഏത് രചന സൃഷ്ടിച്ചു കഴിഞ്ഞാലും അതിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടാവും. ഇത് ശരിയാണോ, ഇത് കറക്റ്റ് ആണോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സുകൾ വരും. ഹോഷ് संभालने के बाद से ही जिन पिताजी से किसी न किसी बात पर हमेशा मेरी टक्कर ही चलती रही, वे तो न जाने कितने रूपों में मुझ में है. कहीं खुंडाओं के रूप में, कहीं प्रतिक्रिया के रूप में, तो कहीं പ്രതിച്ഛായ के रूप में. അപ്പോൾ മനുജി പറയുന്നത് എന്താണ്? എപ്പോഴും മനുജി പിതാജിയുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ പലപ്പോഴും മനുജിയുടെ രചനയിൽ അതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ദേഷ്യമായിട്ടാവാം, ചിലപ്പോൾ പ്രതിക്രിയയായിട്ടാവാം. മനുജിയുടെ പിതാജിയുടെ സ്വഭാവത്തിൽ പലപ്പോഴും നല്ല ദേഷ്യമുണ്ടാവും, അല്ലെങ്കിൽ അനീതി കണ്ടാൽ അതിനെ എതിർക്കുന്നതും, അങ്ങനെ പല രീതിയിലുള്ള പല മുഖങ്ങളാണ് മനുജിയുടെ മനസ്സിൽ പിതാജിയെ കുറിച്ചുള്ളത്. പ്രതിച്ഛായ ആയിട്ടുണ്ട്, പ്രതിക്രിയ ആയിട്ടുണ്ട്, അതുപോലെ പല സമയത്ത് കുണ്ട വേദനയായിട്ടുമുണ്ട്, ദുഃഖം സങ്കടങ്ങളുമായിട്ടും ഉണ്ട്. കേവൽ ബാഹരി ഭിന്നത के आधार पर अपनी परंपरा और पीढ़ियों को नकारने वालों को क्या सचमुच इस बात का बिल्कुल एहसास नहीं होता कि उनका आसन
अतीत किस कदर उनके भीतर जड़ जमाए बैठा रहता है। समय का प्रवाह भले ही हमें दूसरी दिशाओं में बहा कर ले जाए, स्थितियों का दबाव भले ही हमारा रूप बदल दे, हमें पूरी तरह उससे मुक्त तो नहीं ही कर सकता. അപ്പോൾ മനുജി പറയുന്നത് നമ്മളുടെ പീഡി, നമ്മളുടെ പരമ്പര, നമ്മളുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മളുടെ കഴിഞ്ഞു പോയ നമ്മുടെ ഭൂതകാലത്തിലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഭാവിയിൽ ഒരുപാട്, ചിലപ്പോൾ അത് പോറലുകളായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ഉയർച്ചകൾ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ ഭാവി എന്ന് പറയുന്നത് ഭൂതകാലത്തെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും. ഭൂതകാലത്തിന്റെ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവാം. അതുപോലെ നല്ലതും ചീത്തയും നമ്മളുടെ ലൈഫിലേക്ക് ഭൂതകാലത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാവിയിലും, ആ ഭൂതകാലത്തിന്റെ പിന്തുടർച്ച നമ്മുടെ ഭാവിയിലും നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് ഭൂതകാലത്തിൽ നിന്ന് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് നമ്മളുടെ മനസ്സിൽ കിട്ടിയ ആ ചിന്താഗതികളിലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ ശ്രമിച്ചെങ്കിലും കുറേയൊക്കെ നമുക്ക് ആ ചിന്താഗതികൾ നമ്മൾ ഭാവിയിലും നമ്മൾ പിന്തുടർന്ന് കൊണ്ടുപോകും. പിതാ കെ ടീക്ക് വിപരീതതി ഹമാരി ഭേപ്പട്ടി ലിഖി മാ. അച്ഛൻ ദേശക്കാരനാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അമ്മ എങ്ങനെയാണ്? ഭേപ്പട്ടിയിലേക്കാണ്, പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അച്ഛന്റെ ഓപ്പോസിറ്റ് ആണ് അമ്മ. ധർത്തി സെ കുച്ച് ജ്യാദാ ഹി ധൈര്യ ഔർ സഹൻ ശക്തി ധി ശായദ് ഉന്മേ. ഭൂമിയെക്കാളും സഹനശക്തിയും ധൈര്യവുമുള്ള ആളാണ് എൻ്റെ അമ്മ, മനുജിയുടെ അമ്മ എന്ന് പറയുന്നത്. ഇത്ര ദേശക്കാരനായ पिताजी के हर ज्यादती को अपनी प्राप्य और बच्चों की हर उचित अनुचित फरमाइश और जिद को अपना फर्ज समझकर बड़े सहज भाव से स्वीकार करते थे वे. അവരെങ്ങനെയാണ് അച്ഛൻ്റെ ഓർഡർ, അതെല്ലാം അവരുടെ ഉത്തരവാദിത്തമാണെന്നും അതുപോലെ മക്കളുടെ ഓരോ ആഗ്രഹങ്ങളും എല്ലാം തന്നെ അവർ സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് സ്വയം തലയിലേറ്റി സ്വീകരിച്ച് അതെല്ലാം നിറവേറ്റി കൊടുക്കുമായിരുന്നു. ഉനോനെ സിന്ദഗി ഭർ അപ്നേലിയെ കുറിച്ച് മാങ്കാനഹി. അവർ ജീവിതകാലം മുഴുവൻ തനിക്ക് വേണ്ടി ഒന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. ചാഹനഹി കേവൽ ദിയാഹി ദിയ. ആഗ്രഹിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല ആരോടും. എന്ത് ചെയ്യും? കൊടുക്കുക മാത്രമെന്നേ ചെയ്തിട്ടുള്ളൂ. കാരണം അവർക്ക് ഉള്ളതെല്ലാം, അവരുടെ കഴിവുകളെല്ലാം, അവർക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരോട് ഒന്നും തന്നെ ചോദിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മനുജിയുടെ അമ്മ. हम भाई बहनों का सारा लगाव माँ के साथ था, लेकिन निहायत असहाय मजबूरी में लिपटा उनका ये त्याग कभी मेरा आश्चर्य नहीं बन सका, ना उनका त्याग उनकी सहिष्णुता. खैर जो भी हो, अब ये पौतृक पुराण यही समाप्त कर अपने पर लौटती हूँ. അപ്പോൾ അമ്മയുടെ ഈ സഹനശക്തി, ഇതെല്ലാം അമ്മയുടെ ഈ സ്നേഹം ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ എന്നും ഉണ്ടായിരുന്നത്. ഇങ്ങനെ അമ്മയുടെ ത്യാഗവും ഈ ആദർശവും എല്ലാം എനിക്ക് കാണുമ്പോൾ അമ്മ എന്തിനിങ്ങനെ ത്യാഗവും സഹിഷ്ണുതയും കാണിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ പൈതൃക പുരാണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് 5 भाई बहनों में सबसे छोटी मैं सबसे बड़ी बहन की शादी के समय में शायद 7 साल की थी और उसकी एक धुंधली सी याद ही मेरे मन में है. लेकिन अपने से 2 साल बड़ी बहन सुशीला और मैंने घर के बड़े से आंगन में बचपन के सारे खेल खेले. सतोलिया, लंगड़ी ढंग, पकड़म पकड़ाई, खाली ठोले, तो कमरों में घुटे घुटियों की ब्याह भी नचाए पास पड़ोस की सहेलियों के साथ. അപ്പോൾ 5 ഭായി ബഹൻ, 5 സഹോദരി സഹോദരന്മാരിൽ ഏറ്റവും ഇളയതാണ്, ഏറ്റവും ചെറുതാണ് മനു ഭണ്ഡാരി. ഏറ്റവും താഴത്തെ ആളാണ് മനു ഭണ്ഡാരി. അപ്പോൾ ഏറ്റവും മൂത്ത, ഏറ്റവും സബ്സെ ബഡി ബഹൻ്റെ ഷാദി, കല്യാണ സമയത്ത് 7 വയസ്സ് മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ? മനുജിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മനുജിയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ സമയമായിരുന്നു ആ കുട്ടിക്കാലം. എല്ലാവർക്കും അങ്ങനെയാണ് കുട്ടിക്കാലം. ആ സമയത്ത് സുശീല, 2 വയസ്സ് മാത്രം മൂത്ത
പ്രായം കൂടിയ സുശീലയാണ് മനുവിൻ്റെ കൂടെ കളിക്കുന്നത്. പക്കടം പക്കടായി അങ്ങനെ റൂമിലാണെങ്കിൽ കുട്ടിയുടെ കല്യാണം, അതായത് പാവകളുടെ കല്യാണം എല്ലാം അടുത്തുള്ള ഫ്രണ്ട്സ് കൂട്ടുകാരികളുമായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും കുട്ടിക്കാലത്ത് ചെയ്യുന്ന എല്ലാ കളികളും മനുജിയുടെ ലൈഫിലുണ്ടായിരുന്നു. योग खेलने को हमने भाइयों के साथ खिल्ला ठंडा भी खेला और पतंग उड़ाने, कांच पीसकर मांझा सूतने का काम भी किया, लेकिन उनकी गतिविधियों का दायरा घर के बाहर ही अधिक रहता था. हमारी सीमा देखकर അപ്പോൾ ബായി സഹോദരന്മാരുടെ കൂടെ അധികം കളിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. പതങ്ക്, നമ്മൾ കൈറ്റ്, പട്ടം പറപ്പിക്കൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരുപാട് ഒരു സീമാരേഖയുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാവരും വീട്ടിനകത്തും അവർക്ക് വീട്ടിന് പുറത്ത് കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. हाँ, इतना जरूर था कि उस जमाने में घर की दीवारों घर तक ही समाप्त नहीं हो जाती कि बल्कि पूरे मोहल्ले तक फैली रहती थी. इसलिए मोहल्ले के किसी भी घर में जाने पर कोई पाबंदी नहीं थी, बल्कि कुछ घर तो परिवार का हिस्सा ही थे. ഈ പണ്ടത്തെ വീടുകൾ എന്ന് വെച്ചാൽ അടുത്തടുത്തായിട്ട് ഒത്തിരി വീടുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ദിവാർ, നമ്മുടെ വീടിൻ്റെ മതിൽക്കെട്ട് എന്ന് പറയുന്നതിന് ഒരു അതിർത്തിയില്ല. കാരണം നമ്മളുടെ അടുത്ത് തന്നെ ഒത്തിരി വീടുകളുണ്ടാവും. അവിടെ മതിൽക്കെട്ടിൻ്റെ ആ ഒരു ഭിന്നത ഉണ്ടാവില്ല. അപ്പോൾ അവരെല്ലാം ഒരു കുടുംബം പോലെയാണ്. പിന്നെ അടുത്തെല്ലാം ഫാമിലിയിലെ പല ഫാമിലിയിൽ തന്നെ നമ്മളുടെ പൂർവികരുടെ ഓരോ കുടുംബങ്ങളായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോവാനൊന്നും തടസ്സമില്ല. അപ്പോൾ പടോസ്, നൈബറിൻ്റെ അടുത്ത് പോവാനൊന്നും ഇവർക്ക് തടസ്സമില്ല. കാരണം ഇന്നത്തെ പോലെ മതിൽക്കെട്ട്, മൂടിക്കെട്ട് അങ്ങനെയുള്ള ആ വീടുകളല്ല, അടുത്തടുത്തായിട്ട് മൊഹല്ല എന്നാണ് അതിന് പറയുക. അപ്പം മൊഹല്ലയായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ആണ് ആ ഒരു പ്രദേശം. അവിടെ പോവാനുള്ള പ്രശ്നമൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. आज तो मुझे बड़ी शिद्दत के साथ ये महसूस होता है कि अपनी जिंदगी खुद जीने के इस आधुनिक दबाव ने महानगरों के फ्लैट में रहने वालों को हमारे इस परंपरागत पड़ोस कल्चर से विच्छिन्न करके हमें कितना संकुचित, असहाय और असुरक्षित बना दिया है. ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്, ഇപ്പോൾ എല്ലാവരും വലിയ വലിയ നഗരങ്ങളിൽ വലിയ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു. അവർക്ക് ഈ പരമ്പരാഗതമായിട്ടുള്ള പടോസ് കൾച്ചർ അല്ലേ, നൈബേഴ്സുമായിട്ടുള്ള അയൽക്കാരുമായിട്ടുള്ള ആ ഒത്തൊരുമയോടെയുള്ള ആ കൾച്ചർ ഒന്നും കിട്ടാതെ എത്ര അസുരക്ഷിതമാണ്. പക്ഷേ പണ്ടെല്ലാം ഈ കൂട്ടുകുടുംബം അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടുള്ള ആ ഒരു സമ്മേളനം അല്ലേ, അയൽക്കാർ നമ്മളുടെ വീട്ടിലേക്ക് വരിക, നമ്മൾ അങ്ങോട്ട് പോവുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാവില്ല. നമുക്ക് എന്ത് ആപത്ത് ഘട്ടം വന്നാലും അയൽക്കാർ നമ്മളുടെ അടുത്തേക്ക് ഓടി വരും. നമ്മളും അതുപോലെ. അപ്പം നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഫ്ലാറ്റുകളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ അടുത്തുള്ളവർ ഉണ്ടെങ്കിൽ പോലും ആരും ആരോടും അധികം സംസാരിക്കാറില്ല. ഇപ്പോൾ അങ്ങനെയാണ്. അയൽവാസികളോടും മിണ്ടാറില്ല. അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് അസഹായത അവസ്ഥ, സുരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നില്ലേ എന്ന് പലപ്പോഴും മനുജിക്ക് തോന്നാറുണ്ട്. मेरी कम से कम 1 दर्जन आरंभिक कहानियों के पात्र इसी मोहल्ले के हैं, जहां मैंने अपनी किशोरावस्था गुजार अपनी युवावस्था का आरंभ किया था. കുട്ടിക്കാലം യുവത്വം വരേക്കും, കിശോരാവസ്ഥ തുടങ്ങി കൗമാരപ്രായം തുടങ്ങി യുവാവസ്ഥ വരെയും ഞാൻ ഈ പടോസി ആളുകളുമായിട്ട് കൂട്ടുകൂടാറുണ്ട്. ഈ മൊഹല്ലയിലെ എല്ലാ വീടുകളിലും ഞാൻ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മനുജിയുടെ ഓരോ കഹാനിയിലും ഇവരുടെ ആ ക്യാരക്ടേഴ്സ്, ആ കഥകളാണ്, അവരുടെ അടുത്തുള്ള ജീവിതം, അവരുടെ ആ പ്രദേശത്തുള്ള അവർക്ക് പരിചയമുള്ള നൈബേഴ്സിന്റെ പല കഥകളും അവരുടെ കഹാനിയിൽ, നൈബേഴ്സ് പലരും അവരുടെ കഹാനിയിലെ ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നു. एक दो को छोड़कर उनमें से कोई भी पात्र मेरे परिवार का नहीं. 1-2 സ്വന്തം ഫാമിലിയിലാണ്, ബാക്കിയെല്ലാം നൈബേഴ്സ് ആണ് എൻ്റെ മനുജിയുടെ കഹാനിയിലെ അതുപോലെ തന്നെ ഉപന്യാസത്തിലെ എല്ലാം ക്യാരക്ടേഴ്സ്. बस उनको देखते सुनते इनके बीच ही मैं बड़ी हुई थी, लेकिन इनकी छाप मेरे मन पर कितनी गहरी थी इस बात का एहसास तो मुझे कहानियां लिखते समय हुआ.
അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെ കൂടിച്ചേർന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവരെല്ലാവരും എൻ്റെ സ്റ്റോറിയിലേക്ക് ആയിട്ട് വന്നപ്പോൾ എനിക്ക് അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരുപാട് മനസ്സിലായി. इतने वर्षों के अंतराल ने भी उनकी भावभंगिमा भाषा किसी को भी धुंधला नहीं किया था और बिना किसी विशेष प्रयास के बड़े सहज भाव से वे उतरते चले गए थे. उसी समय के दास साहब अपने व्यक्तित्व की अभिव्यक्ति के लिए अनुकूल परिस्थितियां पाते ही महाभोज में इतने वर्षों बाद कैसे एकाएक जीवित हो उठे. ये मेरे अपने लिए भी आश्चर्य का विषय था, एक सुखद आश्चर्य का. അപ്പോൾ ഈ അയൽവാസികളുമായിട്ടുള്ള ആ കൂട്ടുകൂടലും ആ മുഹല്ലയിലെ എല്ലാ വീടുകളിലേക്കും ചെന്ന് അവരെല്ലാവരും തന്നെ ഇപ്പോൾ എൻ്റെ കഹാനികളിലെ ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ ഞാൻ എൻ്റെ കഹാനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ രൂപവും ഭാവവും അവരുടെ വ്യക്തിത്വവും അവരുടെ ഭാഷയും എല്ലാം തന്നെ ഞാൻ എൻ്റെ കഹാനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് അവരെയെല്ലാം ഒന്നുകൂടെ ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു ആശ്ചര്യകരമായിട്ടുള്ള അനുഭൂതിയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. उस समय तक हमारे परिवार में लड़की के विवाह के लिए अनिवार्य योग्यता थी उम्र में 16 वर्ष और शिक्षा में मैट्रिक. നമ്മുടെ അവരുടെ മനുജിയുടെ ആ സമയത്ത് മനുജിയുടെ ലൈഫിൻ്റെ ആ സമയത്ത് എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ യോഗ്യത എന്ന് പറയുന്നത് 16 വർഷമാണ്. അതുപോലെ ശിക്ഷ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ ആണ്. सन 44 में सुशीला ने ये योग्यता प्राप्त की और शादी करके कोलकाता चली गई. അങ്ങനെ സുശീല 44-ൽ എന്തായാലും ക്വാളിഫിക്കേഷൻ ആയി കല്യാണം കഴിക്കാനുള്ളത്. അങ്ങനെ സുശീല കല്യാണം കഴിഞ്ഞ് കൊൽക്കത്തയിലേക്ക് പോയി. दोनों बड़े भाई भी आगे पढ़ाई के लिए बाहर चले गए. രണ്ട് സഹോദരന്മാരും പഠിക്കാനായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ഒരു സഹോദരി നേരത്തെ തന്നെ വിവാഹം കഴിച്ച് പോയി. അപ്പോൾ ബാക്കി ആരാണ് നമ്മുടെ ഈ വീട്ടിലുള്ളത്? നമ്മുടെ മനുജി. इन लोगों की छत्रछाया के हटते ही पहली बार मुझे नए सिरे से अपने वजूद का एहसास हुआ. അവർ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന്. പിതാജി കാ ധ്യാൻ ബി പഹലി ബാർ മുജ് പർ കേന്ദ്രിത് ഹുവ. അതുവരെ ആ വീട്ടിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെയാണ് ഞാൻ മനുജി ജീവിച്ചിരുന്നത്. പക്ഷെ അവരെല്ലാം പോയപ്പോൾ പിതാജി എന്നും പിതാജിയുടെ ഒരു ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രപാത്രമായിട്ട് ഞാൻ മാറി. लड़कियों को जिस उम्र में स्कूली शिक्षा के साथ साथ सुगढ़ गृहिणी और कुशल पाकशास्त्री बनाने के नुस्खे जुड़ाए जाते थे, पिताजी का आग्रह रहता था कि मैं रसोई से दूर ही रहूं. रसोई को वे भटियार खाना कहते थे और उनके हिसाब से वहां रहना अपनी क्षमता और प्रतिभा को भट्टी में झोंकना था. घर में आए दिन विभिन्न राजनीतिक पार्टियों के जमावड़े होते थे और जमकर बहसें होती थी. അപ്പോൾ നമ്മുടെ പിതാജി, അതായത് മനുജിയുടെ പിതാജിയുടെ ചിന്താഗതി എന്ന് പറയുന്നത് പെൺകുട്ടികളെ അടുക്കളയിൽ അടച്ചിടാനുള്ളതല്ല. അടുക്കളയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ കഴിവുകളെല്ലാം അവിടെ ഒരു ബോക്സിൽ അടച്ചു വെക്കുന്ന അവസ്ഥയാവും. അടുക്കളയിലുള്ള ബോട്ടിലുകളിൽ അടച്ചു വെച്ച അവസ്ഥയാവാൻ പാടില്ല. അതുകൊണ്ട് അടുക്കളയിൽ അടച്ചിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടീനെ എന്നും സ്കൂളിൽ പഠിക്കുന്ന ഒപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും വീട്ടിൽ ഒരുപാട് രാജനൈതിക പാർട്ടികളെല്ലാം നടക്കുമായിരുന്നു. രാഷ്ട്രീയപരമായുള്ള പാർട്ടികളെല്ലാം അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആര് ജീവിച്ചു പോന്നു? നമ്മുടെ മനുജി ജീവിച്ചു പോന്നു. ശേഖരയ്ക്ക് ജീവനി വായിച്ചപ്പോൾ അതിൽ ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നില്ല ശേഖരയ്ക്ക് ജീവനി എന്ന് പറയുന്നത്. കുച്ച് സാലോം ബാദ് നദി കെ ദീപ് പടാത്തോ उसने मन को इस कदर बांधा कि उसी जोग में शेखर को फिर से पड़ गई इस बार कुछ समझ के साथ. അപ്പോൾ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നദി കെ ദീപ് വായിച്ചു അഗേന്റെ. അതിനുശേഷം മനസ്സിലായി, നദി കെ ദീപ് വായിച്ച ശേഷം ശേഖരയ്ക്ക് ജീവനി ഒന്നുകൂടെ വായിക്കാൻ തോന്നി. അപ്പോഴാണ് ശേഖരയ്ക്ക് ജീവനി എന്താണെന്ന് മനസ്സിലായി വായിക്കാനായിട്ട് കഴിഞ്ഞത്. ശായദ് മൂല്യം കെ മന്ദൻ കാ യുഗത पाप पुण्य नैतिक अनैतिक सही गलत की बनी बनाई धारणाओं के आगे प्रश्न चिन्ह ही नहीं लग रहे थे, उन्हें दोस्त भी किया जा रहा था. इसी संदर्भ में जैनेन्द्र का त्यागपत्र, भगवती बाबू का चित्रलेखा पढ़ा और शीला अग्रवाल के साथ लंबी लंबी बहसें करते हुए उस उम्र में जितना समझ सकती थी समझा.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ ത്യാഗപത്ര, ജൈനേന്ദ്രയുടെ ത്യാഗപത്ര, ഭഗവത് ബാബുയുടെ, അതുപോലെ തന്നെ ചിത്രലേഖ, അതെല്ലാം പഠിച്ച് ഏത് രചനകൾ വായിച്ചാലും ഷീല അഗ്രവാൾ പ്രാധ്യാപികയുമായിട്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ആ വയസ്സിൽ ഒരുപാട് എത്ര മനസ്സിലാക്കാൻ പറ്റുമോ സാഹിത്യത്തെക്കുറിച്ച്, രചനകളെക്കുറിച്ച്, അത്രയും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും കൂടുതൽ പ്രേരണയായത് ഷീല അഗ്രവാൾജിയാണ്. शीला अग्रवाल ने साहित्य का दायरा ही नहीं बढ़ाया था, बल्कि घर की चार दीवारों के बीच बैठकर देश की स्थितियों को जानने समझने का जो सिलसिला पिताजी ने शुरू किया था, उन्होंने वहां से खींचकर उसे भी स्थितियों की सक्रिय भागीदारी में बदल दिया. അപ്പോൾ ഷീല അഗ്രവാളിൽ നിന്ന് കിട്ടിയത് സാഹിത്യത്തിന്റെ ആ ഒരു ലോകം മാത്രമല്ല, വീട്ടിൻ്റെ 4 ചുമരുകളിൽ ഇരുന്ന് ദേശത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളത് പിതാജിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുറം ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ സ്വയം അതിലേക്ക് ഒരാളായി നിന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു പ്രേരണ കിട്ടിയത് ഷീല അഗ്രവാളിൽ നിന്നാണ്. सन 46-47 के दिन वे स्थितियां उसमें वैसे भी घर में बैठे रहना संभव था भला. प्रभात फेरियां, हड़तालें, जुलूस, भाषण, हर शहर का चरित्र था और पूरे दमखम और जोश खरोश के साथ उन सबसे जुड़ना हर युवा का उन्माद. मैं भी युवा थी और शीला अग्रवाल की जोश वाली बातों ने भी बहते खून को लावे में बदल दिया था. स्थिति यह हुई. അപ്പോൾ ആ 46-47 ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുള്ള ആ ആന്തോളൻ, ആ സമരങ്ങളും ഹർത്താലും അതുപോലെ തന്നെ ഒരുപാട് പ്രസംഗങ്ങളും അങ്ങനെ നടന്ന ലോകം മൊത്തം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ യുവാക്കളെല്ലാവരും തന്നെ ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഷീല അഗ്രവാളിൻ്റെ വാക്കുകൾ എല്ലാം കേട്ട് നമ്മുടെ മനുജിക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം എന്ന് തോന്നി. അപ്പോൾ രക്തം തന്നെ എന്തിനാണ്, രക്തത്തെ ലാവയാക്കി മാറ്റാനായിട്ടുള്ള അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക് തോന്നിയത്. स्थिति ये हुई कि एक बवंडर शहर में मचा हुआ था और एक घर में पिताजी की आज़ादी की सीमा यह तक थी कि उनकी उपस्थिति में घर में आए लोगों के बीच उड़ूം ബൈട്ടും ജാനും സംശയം. പിതാജിയിൽ നിന്ന് കിട്ടിയത് വീട്ടിൽ വന്നിരിക്കുന്നവരുമായിട്ട് സംസാരിക്കാനും അവരുടെ സംസാരങ്ങൾ മനസ്സിലാക്കാനുമാണ്. പക്ഷേ നമ്മുടെ പ്രിൻസിപ്പളിൽ നിന്ന് കിട്ടത് പുറം ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. हाथ उड़ा उड़ाकर नारे लगाती, हड़तालें करवाती, लड़कों के साथ शहर की सड़कें नापती लड़की को अपनी सारी आधुनिकता के बावजूद बर्दाश्त करना उनके लिए मुश्किल हो रहा था. तो किसी की दी हुई आज़ादी के दायरे में चलना मेरे लिए. അപ്പോൾ പിതാജിക്ക് വീടിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളിൽ നിന്നുള്ള പ്രേരണ കിട്ടിയ ശേഷം മനുജി ദേശത്തേക്ക് ഇറങ്ങിച്ചെന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി, അതുപോലെ ഒരുപാട് സ്പീച്ച് അങ്ങനെ എല്ലാം തന്നെ ചെയ്ത് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹമായിരുന്നു. ജബ് രംഗോ മേ ലഹു കാ ജഗ ലാവാ ബഹതാ ഹോ തോ सारे निषेध, सारी वर्षनाओं और सारा बाय कैसे दोस्त हो जाता है. ये तभी जाना और अपने क्रोध से सबके दरदरा देने वाले पिताजी से टक्कर लेने का जो सिलसिला तब शुरू हुआ था. राजेंद्र से शादी की तब तक वह चलता ही रहा. അപ്പോൾ പിതാജിയുടെ ചിന്താഗതികളിലൂടെ നടക്കാതെ നമ്മൾ പിതാജിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പ്രിൻസിപ്പളാണ്. പിന്നീട് പിതാജിയുടെ ചിന്താഗതികളിലേക്ക് രാജേന്ദ്ര യാദവാണ് പതി ആരുടെ, മനു ഭണ്ഡാരിജിയുടെ. അപ്പൊ രാജേന്ദ്രന്റെ കല്യാണത്തിന് ശേഷം ഷാദിക്ക് തബ് തക്ക് അതുവരേക്കും ഇത് തുടർന്നുകൊണ്ട് പോന്നു. निष्कामना बल्कि कहूँ कि यशलिप्सा पिताजी की सबसे बड़ी दुर्बलता थी और उनकी जीवन की दुरीधा ये सिद्धांत की व्यक्ति को कुछ विशिष्ट बनकर जीना चाहिए, कुछ ऐसे काम करने चाहिए कि समाज में उसका नाम हो, सम्मान हो, प्रतिष्ठा हो, वर्चस्व हो. इसके चलते ही मैं एक बार उनके खोब से बच गई थी. एक बार कॉलेज से प्रिंसिपल का पत्र आया कि पिताजी आकर मिले और बताए कि मेरी गतिविधियों के कारण मेरे खिलाफ अनुशासनात्मक कार्यवाही क्यों न की जाए. पत्र पढ़ते ही पिताजी ने आग बबूला. ये लड़की मुझे
मुझे मुंह दिखाने लायक नहीं देखेगी, पता नहीं क्या क्या सुनना पड़ेगा वहां जाकर. 4 बच्चे पहले भी पढ़े, किसी ने ये दिन नहीं दिखाया. അപ്പോൾ പിതാജിക്ക് യശ് കാമന എന്നുള്ളത്, യശ് എന്ന് പറയും കീർത്തി നേടുക എന്നുള്ളത് ഒരു ദുർബലതയാണ്. എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിതാജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ പിതാജിയുടെ ആഗ്രഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ദിവസം കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിൽ നിന്നും ലെറ്റർ വന്നു. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, എപ്പോഴും എല്ലാ കോളേജിന്റെ ആ തടസ്സം, കോളേജിന്റെ പ്രവൃത്തികളിലെല്ലാം തടസ്സം നേരിടുന്നു, എപ്പോഴും 3-4 കുട്ടികൾ ചേർന്ന് ഇന്നും സമരങ്ങളും പോരാട്ടങ്ങളുമായിട്ട് നടക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കംപ്ലൈന്റ് വന്നു. അപ്പൊ പിതാജി നമ്മുടെ മനോജിനെ വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു, 4 മക്കളെ പഠിപ്പിച്ചിട്ടും ഇങ്ങനെ തോന്നിയില്ല. ഈ ഒരു ദിവസം ഇവൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ദിവസം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു. ഗുസ്സേ ബനാത്തെ ഹുയേ ഹി വേ ഗയേ थे. അങ്ങനെ ദേഷ്യപ്പെട്ടാണ് കോളേജിലേക്ക് പോയത്. ലൗക്കർ ക്യാ കഹർ ബഹർപ होगा इसका अनुमान था. सो मैं पड़ोस की एक मित्र के यहाँ जाकर बैठ गई. माँ को कह दिया कि लौटकर बहुत कुछ गुबार निकाल जाए तब बुलाना. लेकिन जब माँ ने आकर कहा कि वे तो कुछ ही है, चली चल, तो विश्वास नहीं हुआ. गई तो सही, लेकिन डरते डरते. सारे कॉलेज की लड़कियों पर इतना रोब है कि तेरा सारा कॉलेज तुम 3 लड़कियों के इशारे पर चल रहा है. प्रिंसिपल बहुत परेशान थी और बार बार आग्रह कर रही थी कि मैं तुझे घर बिठा लूं, क्योंकि वे लोग किसी तरह डरा धमकाकर ढांप डबड़कर लड़कियों को क्लासों में भेजते हैं. और अगर तुम लोग एक इशारे कर दो कि क्लास छोड़कर बाहर आ जाओ, तो सारी लड़कियां निकलकर मैदान में जमा होकर नारे लगाने लगती है. तुम लोगों के मारे कॉलेज चलाना मुश्किल हो गया है उन लोगों के लिए. कहा तो जाते समय पिताजी मुंह दिखाने से घबरा रहे थे और कहा बड़े गर्व से कहकर आए कि ये तो पूरे देश की पुकार है, इस पर कोई कैसे रोक लगा सकता है भला. बेहद गदगद स्वर में पिताजी ने ये सब सुनाते रहे और मैं अवाक. मुझे ना अपनी आंखों पर विश्वास हो रहा था, ना अपने कानों पर यह एक हकीकत थी. അതായത് കോളേജിലേക്ക് ചെന്നു, കോളേജിൽ നിന്ന് കംപ്ലൈന്റ് വന്നിരിക്കുന്നു. കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വളരെ പേടിച്ചാണ് നമ്മുടെ മൊന്നൂജി ഇരുന്നത്. പടോസിയുടെ വീട്ടിലേക്ക് പോയിരുന്നു, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. മമ്മിയുടെ അടുത്ത് പറഞ്ഞത് എന്താ, പിതാജി വന്ന ശേഷം ദേഷ്യമെല്ലാം മാറിയ ശേഷം എന്നെ വിളിച്ചാൽ മതി എന്നാണ്. പക്ഷെ മമ്മി വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നു. വളരെ സന്തോഷത്തിലാണ് പിതാജി പറയുന്നത് ഈ 3 പെൺകുട്ടികളാണ് കോളേജിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഈ സമരങ്ങളെല്ലാം കൊണ്ട് നടക്കുന്നത്, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. അത് കണ്ട് മറ്റുള്ള കുട്ടികളെല്ലാവരും തന്നെ മൈതാനത്ത് ഇറങ്ങി ചെന്ന് എല്ലാവരും മുദ്രാവാക്യം വിളിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കുന്നതായിട്ടും ക്ലാസ് കറക്റ്റ് രീതിയിൽ നടന്നു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ്. അത് കേട്ടപ്പോൾ പിതാജിക്ക് വളരെ സന്തോഷമായി. പിതാജി ഇതുവരെയും മോളെ പഠിപ്പിച്ചത് വീട്ടിനകത്തിരുന്ന് ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ പിതാജിയുടെ മോൾ മനുജി വീട്ടിന് പുറത്തിറങ്ങി അതുപോലെ ദേശത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു കണ്ടപ്പോൾ പിതാജിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. ഇത് ഏറ്റവും ദേശത്തിന്റെ പുകാറാണ് എന്നാണ്. ദേശ് കി പുകാർ ഹെ, പൂരേ ദേശ് കി, ലോകത്തെ മൊത്തം സംരക്ഷിക്കാനായിട്ട് മോൾ ഇറങ്ങി ചെല്ലുന്നു, മനുജി ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞ് മോളെ അഭിനന്ദിക്കുന്നു. एक घटना और आजाद हिंद फौज के मुकदमे की सिलसिला दी. सभी कॉलेजों, स्कूलों, दुकानों के लिए हड़ताल का आह्वान था. जो नहीं कर रहे थे छात्रों को एक कर रहे थे. അപ്പോൾ ഇതൊരു സംഭവമാണ്. പിന്നീട് അതിനുശേഷം സംഭവിച്ചു ആസാദ് ഹിന്ദ് ഫൗജ് കെ മുക്തമേ കെ സിൽസിലാദ സബി കോളേജും. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ അന്തിമ ഘട്ടങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് കോളേജും എല്ലാം തന്നെ അടച്ചിട്ടു, കടകളും എല്ലാ ഷോപ്പുകളും എല്ലാം അടച്ചിട്ടു. കുട്ടികളൊന്നും സ്കൂളിൽ പോവാതെ എല്ലാം അടച്ചിട്ട ഒരു നമ്മൾ സ്കൂളെല്ലാം അടച്ചിട്ട സമയത്ത് നമ്മുടെ മന്നുജിയും കുറേ വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി എല്ലാ കടകളുടെയും മുന്നിലേക്ക് ചെന്ന് സമരമുറയിലേക്ക് നടക്കുകയായിരുന്നു. ആ സമയത്ത് പിതാജിയുടെ അടുത്ത് വന്ന് പിതാജിയുടെ ഒരു ഫ്രണ്ട് വന്ന് ഈ മോളെ കുറിച്ച് പറയാണ്.
നമ്മുടെ ആൺകുട്ടികളുമായിട്ട് കറങ്ങി നടക്കുന്നു. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ഇങ്ങനെ മുദ്രാവാക്യങ്ങളും നടത്തി ഹർത്താലും എല്ലാം നടത്തിക്കൊണ്ട് നടക്കുന്നത് ഒരു ഹമാരെ ആപ്കെ ഘറോं की लड़कियों को शोभा देता है സബ്. ഇതെല്ലാം വീട്ടിലെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടികൾക്ക് ശോഭ തരുന്നതല്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവർ പോയി. वे तो आग लगाकर चले गए और पिताजी सारे दिन भर भभकते रहे. बस अब यही रह गया है कि लोग घर आकर थू थू करके चले जाए. ബന്ദ് കരോ അബ് ഈസ് മനു കാ ഘർ സേ ബാഹർ നിക്കൽന. അപ്പോൾ ദുബഹറാണ്, സന്ധ്യാസമയത്തല്ല, ദുബഹറാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ സമയത്ത് പിതാജി വളരെ രോഷത്തോടെ പറഞ്ഞു, ഇനി മനു ഭണ്ഡാരിനെ, മോളെ ഇനി ഈ സമരത്തിനൊന്നും പറഞ്ഞു വിടരുത്, വീട്ടിനെ പുറത്തേക്ക് വിടരുത് എന്ന് തീരുമാനിച്ചു. ഈ സബ്സെ ബേഖബർ മേ രാത് ഹോനെ പർ घर लौटी तो पिताजी के एक बेहद अंतरंग और अभिन्न मित्र ही नहीं, अजमेर के सबसे प्रतिष्ठित और सम्मानित डॉक्टर अंबालाल जी बैठे थे. मुझे देखते ही उन्होंने बड़ी गर्मजोशी से स्वागत किया. आओ आओ मनु, मैं तो चौपट पर तुम्हारा भाषण सुनते ही सीधा भंडारी जी को बधाई देना चला आया. അപ്പോൾ എന്താണ് ഇങ്ങനെ ദുബഹറിൽ സംഭവിച്ചു. സന്ധ്യ ആയപ്പോൾ, രാത്രിയായപ്പോൾ മനുജി തിരിച്ചു വരുമ്പോൾ അവിടെ പിതാജിയുടെ അടുത്ത് ആര് സംസാരിച്ചിരിക്കുന്നു? ആ അജ്മേരിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായ ഡോക്ടർ അംബാലാൽജി, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അംബാലാൽജി. അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം മാർക്കറ്റിൽ വെച്ച് നമ്മുടെ മനുജിയുടെ പ്രസംഗം കേട്ടിട്ട് പിതാജിയുടെ അടുത്ത് വിഷസ് അറിയിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. I am really proud of you. क्या तुम घर में रहते हो? ഭണ്ഡാരി ജി ഘർ സേ നിക്കൽനാ ഭി കരോ. അപ്പോൾ വീട്ടിനകത്ത് അടച്ചിരിക്കാതെ കുട്ടീനെ വീട്ടിന് പുറത്ത് വിട്ട് അവളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നെല്ലാം ഒരുപാട് ഉപദേശങ്ങൾ പിതാജിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവളുടെ പ്രവൃത്തികൾ ഒരു വശത്ത് ചീത്ത ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു വശത്ത് അവളുടെ ആ പ്രവൃത്തിയിൽ നന്മ കാണുന്ന ആളുകളും ഉണ്ട് എന്ന് പിതാജിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ പിതാജിയോട് ഒരുപാട് മനുജിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഭീതർ ജാനെ പർ മാനെ ദോപഹർ കെ ഗുസ്സേ വാലി ബാത്ത് ബതായി തോ മേനെ രാഹത്ത് കി സാസ് ലി. അപ്പോൾ ദുബഹറിൽ സംഭവിച്ച ദേഷ്യപ്പെട്ടിട്ടുള്ള ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇപ്പോൾ പിതാജിക്ക് എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിക്കാണും എന്ന് മനസ്സിലായി. ആജ് പീച്ചെ മുടുക്കർ ദേഖ്തേ തോ ഇतना तो समझ में आता ही है. क्या तो उस समय मेरी उम्र थी और क्या मेरा भाषण रहा होगा. ये तो डॉक्टर साहब का स्नेह था जो उनके मुंह से प्रशंसा बनकर बह रहा था. या यह भी हो सकता है कि आज से 50 साल पहले अजमेर जैसे शहर में चारों ओर से उमड़ती भीड़ के बीच एक लड़की का बिना किसी संकोच और झिझक के यूं धुंधार बोलते चले जाना ही इसके मूल में रहा हो. पर पिताजी कितनी तरह के अंदर विरोधों के बीच जीते थे. वे एक और विशिष्ट बनने और बनाने की प्रबल लालसा तो दूसरी और अपनी सामाजिक छवि के प्रति भी उतनी ही सजग था. पर क्या यह संभव है? क्या पिताजी को इस बात का बिल्कुल भी एहसास नहीं था कि इन दोनों का तो रास्ता ही टकराहट का है. അപ്പോൾ ഇന്ന് എനിക്ക് ആ സംഭവം ഒന്ന് ആലോചിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, അന്നത്തെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ലാത്ത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാഷണം കേട്ട്, എൻ്റെ പ്രസംഗം കേട്ട്, മനുജിയുടെ പ്രസംഗം കേട്ട് ഡോക്ടർ സാബ് പിതാജിയോട് പ്രശംസിച്ചപ്പോൾ അവർക്ക് എന്നോടുള്ള സ്നേഹമായിരിക്കുമോ, അതോ ഒരു പെൺകുട്ടി ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരു സങ്കോചവും കൂടാതെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കുമോ, എന്താണെന്ന് എനിക്കിപ്പോഴും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ പിതാജി ഏക് ഓർ വിശിഷ്ട ബന്നെ ഓർ ബനാനേക്ക് പ്രബൽ ലാലസാ തോ ദൂസരെ ഓർ. പിതാജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുമ്പോൾ ശ്രേഷ്ഠമായി എല്ലാവരും അറിയപ്പെടുന്ന സമൂഹത്തിൽ ഒരു ഉന്നത നിലയിൽ എത്തി എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിക്കണം, വിശിഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ പിതാജിയുടെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തതാണോ, അതോ എന്നിനുള്ള ആഗ്രഹം ഞാൻ സാധിച്ചെടുത്താണെന്ന് ഇന്ന് എനിക്ക് ഇപ്പോഴും തന്നെ മനസ്സിലാവുന്നില്ല. എൻ്റെയും പിതാജിയുടെയും ആഗ്രഹം ഒന്ന് തന്നെയല്ലേ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചു പോകുന്നു.
सन 47 के मई महीने में शीला अग्रवाल को कॉलेज वालों ने नोटिस थमा दिया लड़कियों को भड़काने और कॉलेज का अनुशासन बिगाड़ने के आरोप में. 47 മെയ് മാസത്തിൽ ഷീല അഗ്രവാളിനെ കോളേജുകാർ നോട്ടീസ് കൊടുത്തു. പെൺകുട്ടികളെ എല്ലാവരും തന്നെ കോളേജിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് സമരത്തിലേക്ക് ഇറക്കിച്ച ആരോപണം ആണ് അവർക്ക് കിട്ടിയത്. ഇസ് ബാത് കോ ലേക്കർ ഹുഡ്ദംഗ് നാ മചേ इसलिए जुलाई में थर्ड ईयर की क्लासेस बंद करके हम 2-3 छात्राओं का प्रवेश निश्चित कर दिया. അങ്ങനെ 2-3 കുട്ടികളുടെ തന്നെ പ്രവേശനം നിഷിദ്ധമാക്കി. അവർക്ക് സസ്പെൻഷനും കൊടുത്തു. उर्दंग तो बाहर रहकर भी इतना मचाया कि कॉलेज वालों को अगस्त में आखिर തേർഡ് ഇയർ खोलना पड़ा. അങ്ങനെ തേർഡ് ഇയർ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഇവർക്ക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. ജീത് की खुशी पर सामने खड़ी बहुत बहुत बड़ी चिर प्रतीक्षित खुशी के सामने ये खुशी പിലാ ഗയി. അപ്പോൾ ഇവരുടെ ജയത്തിൻ്റെ ഖുഷിയാണ്, സന്തോഷത്തിൻ്റെ ഖുഷിയാണ്. പക്ഷേ ആ ജീത് की खुशी पर सामने खड़ी बहुत बड़ी ചിര പ്രതീക്ഷിത ഖുഷി അല്ലേ. ഇവരുടെ തേർഡ് ഇയർ ക്ലാസ് തുടങ്ങി, ഇവരുടെ സമരമെല്ലാം കഴിഞ്ഞ് തേർഡ് ഇയർ ക്ലാസ് ഇവരുടെ സമരത്തിലൂടെ ഇവർ നേടിയെടുത്തു. തേർഡ് ഇയർ ക്ലാസ് തുടങ്ങിയ ഒരു സന്തോഷം. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? ഭാവിയിലുള്ള ചിരപ്രതീക്ഷിത് അല്ലേ, ചിരകാലം സ്വപ്നം നമ്മളെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ശതാബ്ദിക്ക് സബ്സേ ബഡി ഉപലബ്ധി ഇല്ലേ, ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് 15th ഓഗസ്റ്റ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.